നമസ്കാരം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും വടകരയുടെ മണ്ണ് രാഷ്ട്രീയ വിവാദങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കുന്നു. സഹതാപ വോട്ട് നേടാൻ വേണ്ടി കെട്ടിപ്പടച്ച അശ്ലീല ചീട്ട് CPM-ന്റെ തന്നെ തലയിൽ ഇടുത്തിയായി വന്നു വീണപ്പോൾ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് സഖാക്കൾ മുഴുവൻ. തന്റെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് UDF സൈബർ അറ്റാക്ക് നടത്തുന്നുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് കരഞ്ഞ ശൈലജ ടീച്ചർ പിന്നീട് ആ വീഡിയോ എന്നല്ല ഫോട്ടോ എന്നാണ് താൻ പറഞ്ഞത് എന്നാക്കി തടിയൂരാൻ ഒരു ശ്രമവും നടത്തി. എന്നാൽ ശൈലജയുടെ കൈകഴുകൽ കണ്ട് പൊട്ടിത്തെറിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനാണ്. ശൈലജ പറയുന്നതല്ല ശരി, അത്തരത്തിലൊരു വീഡിയോ ഉണ്ട്, അത് താൻ കണ്ടതാണെന്നായിരുന്നു ഗോവിന്ദന്റെ വാദം. ഇതോടെ ശൈലജ കാണാത്തതും ഗോവിന്ദൻ കണ്ടതുമായ ആ വീഡിയോ തേടി നടപ്പായി സൈബർ ലോകം. എന്നാൽ പരാതിക്കാരിയായ ശൈലജ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പോലീസിന് ഇതുവരേക്കും കണ്ടെത്താനും കഴിയാത്ത ഈ വീഡിയോ താൻ മാത്രം കണ്ടുവെന്ന ഗോവിന്ദന്റെ വാദം മറ്റ് ചില കിംവദന്തികൾക്കും വഴിവെക്കുന്നുണ്ട്. അതായത് ഈ അശ്ലീല വീഡിയോ കഥ വന്നത് മുതൽ തന്നെ ഇതിന്റെ പിതൃത്വം സഖാക്കൾക്ക് തന്നെയാണ് എന്ന് കേരളത്തിലെ സാമാന്യബോധമുള്ളവരെല്ലാം വിധി എഴുതിയതാണ്. ഇക്കാര്യം പോലീസും ഏകദേശം ഉറപ്പിച്ചു. ഇതോടെയാണ് ശൈലജ ടീച്ചർ കളംമാറ്റം നടത്തിയത്. എന്നാൽ ഗോവിന്ദൻ മാത്രം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ അങ്ങ് വെറുതെ വിടുന്ന മട്ടൊന്നും കണ്ടില്ല. അശ്ലീല വീഡിയോ താൻ കണ്ടു എന്നാണ് സെക്രട്ടറി പറയുന്നത്. എന്നാൽ താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ മാസ്റ്റർ കണ്ടത് എന്ന് ടീച്ചർ തിരിച്ചു ചോദിക്കുന്നു. എന്തായാലും ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ ആ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കൈമാറേണ്ടി വരും ഗോവിന്ദന്. KK ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയനെ അടക്കം വെച്ച് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു. അതായത് പിണറായിയെ കൂടി നൈസായി ഗോവിന്ദൻ ഈ പ്രതിസന്ധിയിലേക്ക് വലിച്ചിട്ടു. അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായി KK ശൈലജ. ശൈലജ ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും VD സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഗോവിന്ദന്റെ വാദം. പോൺ വീഡിയോ ഇല്ല എന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത്, ഞങ്ങൾ എല്ലാവരും പറയണ്ടേ? ടീച്ചർ പറയേണ്ടതില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ. സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് VD സതീശനും ഷാഫി പറമ്പിലുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ തങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഗോദയിൽ MV ഗോവിന്ദൻ ഒറ്റപ്പെടും. കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിക്ക് തെളിവ്. അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്ന വീഡിയോ ഉണ്ട് എന്ന് മറ്റൊരാൾ പറയുമ്പോൾ അയാൾക്ക് തെളിവുകൾ നൽകേണ്ടി വരും. എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിൽ എത്തിയത് എന്ന് പറയേണ്ട ബാധ്യത ഇപ്പോൾ ഗോവിന്ദനുണ്ട്. ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും ശൈലജ കാലം മാറിയ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ കേസ് കൊടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത MV ഗോവിന്ദനുമുണ്ട്. അതേസമയം ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് MV ഗോവിന്ദന്റെ ആവശ്യമാണ്. ഭാവി മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന MV ഗോവിന്ദന് ഏക റിബൽ KK ശൈലജ മാത്രമാണ്. എന്തായാലും ഇതോടെ ഈ വീഡിയോ സൃഷ്ടിക്ക് പിന്നിൽ ഗോവിന്ദനാണോ എന്ന സംശയവും ഉയർത്തുകയാണ് സൈബർ ലോകം. എന്തായാലും വടകരയിൽ വോട്ട് പിടിക്കാൻ സെക്സ് ബോംബ് ആയുധമാക്കിയ CPM-ന് ഉള്ള വോട്ടും കൂടി പോയി കിട്ടി നാറി നാണം കെട്ട അവസ്ഥയായി എന്ന് പറഞ്ഞാൽ മതി.